നമ്മളെല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം ഹേയ് വാട്സ്ആപ്പ് റൈഡേഴ്സ്, 30ഓളം വരുന്ന മലയാളി റൈഡേഴ്സ് നാളെ വെയിൽസിലേക്ക് വരികയാണ്. യുകെയുടെ പല ഭാഗങ്ങളിൽ നിന്നും. ദേ ഗോണ റൈഡ് അക്രോസ് വെയിൽസ് ഫോർ 2 days. വെയിൽസ് ഗോണ മെൽറ്റ് ഡൗൺ. വെയിൽസ് നിന്നുരുകും. വെറുതെ ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞാട്ടോ. ഓണസ്റ്റ്ലി ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദിസ് റൈഡ് ബിക്കോസ് ഐ എം ഗോണ മീറ്റ് ദം, ഐ എം ഗോണ റൈഡ് അലോങ് വിത്ത് ദം. പക്ഷേ we all gonna ride responsibly because എല്ലാവർക്കും പോയിന്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. Take this ride seriously, all gonna ride responsibly, but I'm super excited to meet those bikers and ride along with them. Join us. At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? Checking mic checking. പുതിയൊരു ക്യാമറ മൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടാങ്കോ എന്നാണ് എൻ്റെ പേര്. നമുക്ക് ചിന്നിൽ വയ്ക്കാം, ഹാൻഡിൽ ബാറിൽ വയ്ക്കാം, എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ആക്ച്വലി ഒരു 50 pound എന്തോമാണ് യുകെയിന് പ്രൈസ് വരുന്നത്. പക്ഷേ ഒരുപാട് മൗണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ചിൻ മൗണ്ടിനും വളരെ കമ്പാറ്റബിൾ ആണ്. സോ യാ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ചെക്ക് ദിസ് ഔട്ട്. ലിങ്ക് താഴെയുണ്ട്. ന്യൂപോർട്ട് സർവീസിലാണുള്ളത്. വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ്. ആരും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. 7 മണിയായി. ഇപ്പോൾ ഒരു 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം നമ്മൾ വെയിൽസ് എത്താനായിട്ട്. എത്തുമ്പോഴേക്ക് എന്തായാലും രാത്രി 11 മണിയാവും. അപ്പോൾ മിക്കവാറും ബാക്കി പരിപാടിയൊക്കെ രാവിലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിൽസിലെത്തി. ഇന്നലെ രാത്രി വണ്ടി ഓടിച്ച് ഹോട്ടലിലെത്തിയപ്പോൾ തന്നെ 11:30 ആയി. പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റൈഡേഴ്സിനെ മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അന്നേരം എനിക്ക് തോന്നുന്നൊരു 5-8 പേരുണ്ടായിരുന്നു. 10 പേരോളം ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പതുക്കെ രാവിലെ നമ്മൾ ഇറങ്ങി. പിന്നെ ഫുൾ ഡേ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 6 hours റൈഡ് ഉണ്ടായിരിക്കും ത്രൂ ഔട്ട് വെയിൽസ്. ഏതായാലും ഫ്യൂൽ അടിക്കട്ടെ. വേറെ കുറച്ച് റൈഡേഴ്സിനോടെ മീറ്റ് ചെയ്ത് ഓൺ ദ വേ. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ടിംഗ് പോയിന്റ് ലേക്ക് ബാലയാണ്. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടത്. ലേക്ക് ബാലയാണോ ബാലയാണെന്ന് തോന്നുന്നു. എനിവേ ബാല. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം അവിടെ നിന്ന് ബാക്കി കുറേ റൈഡേഴ്സ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 30ഓളം മലയാളികൾ ഇന്ന് വെയിൽസ് ഭാഗത്ത് റൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പും ഇവിടെ തന്നെ റൈഡ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം വരെ മഴയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ പൊടിമഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ വെതറൊക്കെ പ്ലസൻ്റായി. ഇതാണെങ്കിലും ഇന്ന് ഫുൾ ഡ്രൈ ആണ്. നാളെയും നല്ല സണ്ണിയാണ്. അപ്പം ഇന്നും നാളെയും അത്യാവശ്യം നല്ലൊരു റൈഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന വഴിക്ക് കുറച്ച് ട്വിസ്റ്റീസൊക്കെ കണ്ടു. അപ്പോൾ ഏകദേശം അങ്ങനെയുള്ള ട്വിസ്റ്റീസൊക്കെ നിറഞ്ഞ ഒരു റൈഡ് തന്നെയാണ് സിൽവി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടാവണം. 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. ഏകദേശം 9:30 ആയി. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ കുറേ റൈഡേഴ്സൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം ഇച്ചിരോടെ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മളപ്പോൾ എല്ലാവർക്കും തന്നെ റൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പോണ വഴിക്ക് പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിലാണ് ഓരോ റൂട്ടും കണ്ടു വെച്ചേക്കുന്നത്. അവിടെ ഒരു പാർക്കിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പ് അപ്പോൾ കണ്ടിന്യൂ അടിച്ചേക്കുക. അടുത്ത സ്റ്റോപ്പിൽ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില റൂട്ട് നമുക്ക് ആ ഒരു പോയിന്റ് ഇടാതെ നമുക്ക് ആ സിനിക് റൂട്ട് കിട്ടത്തില്ല. അതിനുവേണ്ടി മാത്രം വെച്ചേക്കണം. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ അടിക്കുക, നേരെ അടുത്ത പോയിന്റിൽ കാണുക. നമ്മളെല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 26 പേരോടെ ഉണ്ട്. 26 പേരും റീഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത് അങ്ങോട്ട് പോകുള്ളൂ. പക്ഷേ എല്ലാവരും ഒരേ പേസിൽ ഓടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ 30 മൈലുള്ളടത്ത് 30, 50 മൈലുള്ളടത്ത് 50, 70 ഉള്ളടത്ത് 70 ഓടിക്കാൻ ശ്രമിക്കുക. അല്ല മോളി പോണതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ലേക്ക് ബാല എന്നുള്ള സ്ഥലത്ത് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നത്തിങ് എൽസ്, ഫോളോ ദീസ് ഗൈസ്.
ഏകദേശം 28 പേരോളം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനി 1-2 പേര് ജോയിൻ ചെയ്യും തോന്നുന്നു. അപ്പോൾ എന്തായാലും രസമാണ്, നല്ല വൈബ്. ഒട്ടും റെയിനില്ല, എന്നാൽ ഭയങ്കര സണ്ണിയല്ല, അതുകൊണ്ട് അതിൻ്റെ നല്ല വെതറാണ്. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. ഈ റൈഡ് പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പേര് ഈ ഏരിയയിൽ റൈഡ് മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വന്നവർക്കൊക്കെ ഏകദേശം റൂട്ട് ധാരണയുണ്ട്. അതൊക്കെ അവരാരും നോക്കിയെടുത്തില്ല. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure. But one day I'll be yours again. One day I'll be തളരാണ്ട് പിടിച്ചു നിൽക്കണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോയി. ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയെന്ന്. അപ്പോൾ നിനക്ക് ഗ്ലൗസ് ഇടാൻ പോയതാണോ? ഓ അത് ശരി, സ്റ്റാർട്ട് ജയ്സിൽ. ഓ ഓക്കെ 790 നേക്കഡ്. ഓക്കെ, ഭയങ്കര രസമുള്ള റോഡായിരുന്നു. എനിക്കറിയില്ല, ക്യാമറ കുറച്ച് നേരത്തേക്ക് ഓണായില്ല, അതുകൊണ്ട് ആ റോഡേക്ക് മിസ്സായി. പക്ഷെ ഒരു രക്ഷയില്ലാത്ത റോഡായിരുന്നു കേട്ടോ. ഭയങ്കര രസം. അപ്പോൾ ഏതായാലും ഇനി ക്യാമറ ഓണാക്കി വെച്ച് ഓടിക്കാം. സീനിക് റൈഡ് ഒരു രക്ഷയില്ല. ഓ അടിക്ക് എന്താ പറ്റിയല്ലോ. ആക്ച്വലി വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ട് റെക്കോർഡിങ്, സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് ആക്ഷൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഭയങ്കര ഒച്ചപ്പാട് കാരണം ക്യാമറയ്ക്കൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ആ സീനിക് റൂട്ട് കുറച്ച് മിസ്സായി. എൻ്റെ വണ്ടി ക്യാമറ ഓൺ ആയിരുന്നില്ല. പക്ഷെ നല്ല രസമുള്ള റൈഡ് കേട്ടോ. അത്യാവശ്യം വാമുമായി. അപ്പോൾ അതൊക്കെ ലൈനർ ഒന്നും ഊരി കാണും. ഇന്നത്തെ റൈഡ് നല്ല ഭയങ്കര രസമാണ്. ഗ്രൂപ്പ് റൈഡ് നമുക്ക് വെക്കുന്ന അങ്ങ് സിങ്ക് ആവുകയും ചെയ്യും. മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഐ വുഡ് സജസ്റ്റ് യു കൺസിഡർ അറ്റ്ലീസ്റ്റ് ഗെറ്റിംഗ് ദ ലൈസൻസ് ഡൺ. ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഗ്രാജുവലി ബൈക്കിനെ പറ്റി പ്ലാൻ ചെയ്യാവുന്നതാണ്. എല്ലാവരും പറയും ലൈസൻസിങ് പ്രോസസ്സ് ഇച്ചിരി കോംപ്ലക്സ് ആണെന്നൊക്കെ, പക്ഷേ ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അത്ര പാടുള്ള കാര്യമൊന്നുമല്ല യു കെയിൽ ലൈസൻസ് എടുക്കാന്നുള്ളത്. ഇച്ചിരി ആ പ്രോസസ്സാണ് നമുക്ക് മടി പിടിക്കുന്നത്, തിയറി ടെസ്റ്റും പ്രാക്ടിക്കലും ഒക്കെ ആയിട്ട്. പക്ഷേ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കൊരു 1.5 മാസം കൊണ്ടൊക്കെ സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. എല്ലാ സീസണിലും വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് വിൻ്റർ ആണെങ്കിൽ സാധാരണ അങ്ങനെ ലോങ് റൈഡൊന്നും ആരും പോകാറില്ല. പക്ഷേ അങ്ങനെ പോകുന്നവരുണ്ട്. ബട്ട് സമ്മറിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. നാട്ടിലൊരു ബൈക്കിലത് മലയാളി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിച്ച് ബൈക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയാളിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോണ്ട് മിസ് ഔട്ട്. ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് ഒരു റൈഡിൽ ജോയിൻ ചെയ്ത് നോക്കണം. നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെടും. മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഗ്രൂപ്പൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ഫണ്ണാണ്. ഡോണ്ട് മിസ് ഔട്ട്. ഭയങ്കര ട്വിസ്റ്റീസ് ഉള്ള റോഡ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് വണ്ടി ഓടിക്കാനായിട്ട്. എസ്പെഷ്യലി ഗ്രൂപ്പ് റൈഡിലാകുമ്പോൾ മറ്റു വണ്ടികൾ കണ്ടുകൊണ്ട് അതിൻ്റെ പുറകെ പോകാന്നുള്ളത് ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ 1-2 സ്റ്റോപ്പ് കഴിഞ്ഞു.
അപ്പോൾ പല ടൈപ്പ് ഓഫ് റൈഡേഴ്സ് ഉണ്ട്. അഡ്വഞ്ചർ ഓടിക്കുന്നവരുണ്ട്, സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്നവരുണ്ട്, ക്രൂസേഴ്സ് ഓടിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവരും അവരുടേതായ കേപ്പബിലിറ്റിയിൽ ജസ്റ്റ് ക്രൂസ് ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെൻസ് ഓഫ് അർജൻസി ഒന്നുമില്ല. എല്ലാവരും ഈസി ഗോ ആണ്. ഫൺ വേണമെന്നുള്ളവർ കുറച്ച് പിടി പോകുന്നു, അല്ലാത്തവർ ക്രൂസ് ചെയ്ത് പോകുന്ന ആഗ്രഹിക്കുന്നവർ അങ്ങനെ പോകുന്നു. അപ്പം അതുകൊണ്ടും അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ഒട്ടും ഒരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു റൈഡാണ്. Wow, look at the roads. ഭയങ്കര രസമാണ് കാർവിങ് ഒക്കെ. വലിയ തിരക്കില്ല. എന്നാൽ ചില സ്ഥലങ്ങൾ ടൗണൊക്കെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി ട്രാഫിക് ഉണ്ട്. പക്ഷെ അതർവൈസ് മോസ്റ്റ്ലി ഓപ്പൺ റോഡാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫണ്ണാണ് കേട്ടോ വണ്ടി ഇങ്ങനെ കയറി ചെയ്ത് വരെ പോകാനായിട്ട്. ബ്യൂട്ടിഫുൾ. യു കെയിലെ റൈഡുകളിൽ വെതർ നല്ലതാണെങ്കിൽ തന്നെ അടിപൊളിയാണ്. മഴയില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ്. അത്യാവശ്യം തണുപ്പൊക്കെ നമുക്ക് പിന്നെ അത്യാവശ്യം തെർമറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. മഴയാണെങ്കിൽ നമ്മൾ ആപ്പാടെ ഒന്ന് ചടച്ചു പോകുന്നത്. അറഫ് എന്നെല്ലാവരും എഴുതിയിട്ടുണ്ട്. സ്ലോ ഡൗൺ എന്നാണ് വെൽഷിൽ സ്ലോ ഡൗൺ എന്നാണ് തോന്നുന്നത്. കാരണം സ്ലോ എന്ന് എഴുതിയതിൻ്റെ ഒപ്പം തന്നെയാണ് അറഫ് എഴുതിയേക്കുന്നത്. വെൽഷിൽ സ്ലോ ഡൗൺ എന്നായിരിക്കും. എന്തായാലും അതിനെ പറ്റി തപ്പി നോക്കാം. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ ഏരിയയിൽ. എനിക്ക് തോന്നുന്നു ടെസ്റ്റീസൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ബൈക്ക് റൂട്ടാണെന്ന് തോന്നുന്നു. സോ ദാറ്റ് കുഡ് ബി ദ റീസൺ. ഒരുപാട് പേരെ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ബൈക്കേഴ്സിൻ്റെ ഇടയ്ക്ക് മലയാളികൾ 30 പേര് ജോയിൻ ചെയ്ത് റൈഡ് ചെയ്യുക എന്നുള്ളത് അതൊരു ഫൺ തന്നെയാണ്. ഫ്യൂനുണ്ട് എൻ്റെ ഒരു അത്യാവശ്യം. എങ്ങനെയുണ്ട്? ബ്രേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഹോൾഡ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ചവിട്ടി നോക്കിയോ? അല്ല അത് കുഴപ്പമില്ല. ഞാൻ ഫ്രണ്ട് വെച്ച് കംഫർട്ടബിളാ. അതല്ലേ സീനില്ല. ദിയാവൽ ഇത് മറ്റേ മോൺസ്റ്റർ അല്ലല്ലോ, അതിന്റെ മേളിലെ സാധനമാണ്. ഓ എങ്ങനെയുണ്ടോ വണ്ടി? നൈസാണോ? എത്രയാണ് അതിന്റെ CC? എത്രയാണ് വരും? 1200. അതെല്ലേ. പല ഏജ് ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, പല ടൈപ്പ് ഓഫ് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടെ സ്റ്റൈൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. എല്ലാവരും മോട്ടോർ സൈക്കിൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും ഗ്രൂപ്പിൽ. മോട്ടോർ സൈക്കിൾ മേടിക്കുക എന്നുള്ളത് ഒരു നെസസിറ്റി അല്ല യു കെയിൽ. എല്ലാവരും കാറാണ് യൂസ് ചെയ്യാൻ മോസ്റ്റ്ലി. പിക്കപ്പ് ഡ്രോപ്പൊക്കെ വന്നു കഴിയുമ്പം കൺവീനിയൻറ്റ് കാറാണ്, എസ്പെഷ്യലി വിൻ്ററിൽ. പക്ഷേ എന്നിട്ടും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മോട്ടോർ സൈക്കിൾ മേടിക്കുക എന്ന് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി അത്രയും താല്പര്യമുള്ള അല്ലെങ്കിൽ അത്രയും ക്രേസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ റൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറയാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരു കോമൺ ടോപ്പിക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഒരു ലെഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. വിൽ ഫീൽ ലൈക്ക് യു ആർ വൺ വണ്ടർ. സോ ഡെഫിനറ്റ്ലി ഒരു മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ഔട്ട്. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അവിടെ വെഹിക്കിൾ അല്ലാത്തതുകൊണ്ട് മൊത്തം കറങ്ങി അറിയില്ല. ഭയങ്കര തിരക്കാകുമ്പോൾ എഞ്ചിൻ്റെ സ്കോപ്പൊന്നും ഇല്ലേ. When we liberate
silver plate. Pay me my money down, carry it with a shin and grave. Pay me my money down, pay me my money down. Pay me or go to jail. Pay me my money down, pay me my money down. Pay me or go to jail. Pay me my money down. Back to port, heroes all. Pay me my money down. Woke up quayside 10 feet tall. Pay me my money down. Pay me. സോ അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ നിന്നുള്ള വഴി കുറച്ച് പ്ലെയിൻ വഴിയാണ്. അല്ല കോസ്റ്റൽ സൈഡ് വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നോക്കാം. ഒരു കാണിച്ചു തരാം. ജാക്കറ്റ്സൊക്കെ കേരള ഡസ്കസ് മോട്ടോർ സൈക്കിളിലെ ടൂറിംഗ് സെഗ്മെൻറ്റിലേക്ക് വൈൽസിൻ്റെ വെസ്റ്റ് സൈഡ് എൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നല്ല മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന മലനിരകളും റൈറ്റ് സൈഡിൽ കടലൊക്കെ ആയിട്ട് സച്ച് എ വൈബ് പ്ലേസ് ആണ്. രക്ഷയില്ല. ഭയങ്കര രസമുണ്ടോ റൈഡ് ചെയ്യാനായിട്ട്. Baby, my money down. Baby, or go to jail. Baby, my money down. Back to port, heroes all. Baby, my money down. Woke up quayside 10 feet tall. Baby, my money down. Baby, my money down. Baby, or go to jail. Pay me my money down. പ്രഷർ പ്ലേറ്റും അത് സെപ്പറേറ്റ് അസംബിൾ ചെയ്യുന്ന അല്ലേ? ആ അത് ശരിക്കും OEM ആണോ? അല്ല വേറെ ആഫ്റ്റർ തേർഡ് പാർട്ടി അല്ലേ? അത് കറങ്ങും കറങ്ങും രസാ. ഓയിൽ കാണാൻ പറ്റും. ആ നമ്മള് ശരിക്കുമ്പോ ഓയിൽ തെറിക്കും ചെയ്യും. മനസ്സിലായി. 1290 അല്ലേ ഇത്? ആ 1290. ഏത് ഇയർ മോഡലാണ് ഇത് 2023 Gen 3 ആണ്. 1300. ലാസ്റ്റ് ഇയറും ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. Oh,
അങ്ങോട്ട് പോണോ? പരസ്യം വേണം, പരസ്യം കിട്ടുന്നുണ്ടോ? ഭയങ്കര വാമാണ് ഇന്നത്തെ ദിവസം, ശരിക്കും വേർത്ത് തുടങ്ങി. ഭയങ്കര സണ്ണിയാണ്, പക്ഷെ അതുകൊണ്ട് വണ്ടി ഒന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഐ തിങ്ക് വിൽ ബി ഫൈൻ. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി ഇവിടുന്ന്. ബ്യൂട്ടിഫുൾ സ്റ്റേ ആയിരുന്നു, നല്ല വാം വെതറുമാണ്. ലഞ്ച് വരെ ഒരു ഷോർട്ട് റൈഡ് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എല്ലാവരും കൂടി സെപ്പറേറ്റ് ആവുമായിരിക്കും. ഒരു നല്ല വാം വെതർ ആയതുകൊണ്ട് ഐ തിങ്ക് വിൽ ബി ഫൺ. ഇപ്പോൾ സമയം ഏകദേശം 9:30 കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങുവാണ്. നല്ല ബ്യൂട്ടിഫുൾ റൈഡും ആയിരുന്നു, നല്ല സീനിക് ആയിട്ടുള്ള ലൊക്കേഷൻസും. ഐ തിങ്ക് എവ്രി വൺ എൻജോയ്ഡ് ഇറ്റ്. Made some good memories and met a few like-minded people. What else do you want? Okay, so 18 minutes to next destination. Okay, that's not that far. Okay, no. പോയാലോ? നമ്മൾ ആ മുംബൈയിൽ നിന്ന് വന്നപ്പോൾ കണ്ട ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്ക് ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആസ് യൂഷ്വൽ മാപ്പിൽ കാണുന്ന പോലെ കുറേ ട്വിസ്റ്റീസ് ഉണ്ട്. ട്രാഫിക്കൊന്നും കാണുന്നില്ല. യൂഷ്വലി വെയിൽസിൽ സണ്ണി ഡേ ആണെങ്കിൽ ബൈക്കേഴ്സൊക്കെ ഒരുപാട് വരേണ്ടതാണ്. അതേ പോകുന്നു. അപ്പം എന്തായാലും കുറേ ബൈക്കേഴ്സ് കാണാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ സമ്മറായി കഴിഞ്ഞാൽ ഭയങ്കര സമ്മറിൽ, എക്സ്ട്രീം സമ്മറിലേക്ക് പോകും. ടെമ്പറേച്ചർ ഒരു 25 above ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വേർക്കാനും ചൂടടിക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഇന്ന് ലൈക്ക് മൈൽഡാണ്, ഒരു 15 ആ റേഞ്ചിലാണെങ്കിൽ. സണ്ണി ആണെങ്കിൽ അത്യാവശ്യം വാങ്ങുമായിരിക്കും. പെർഫെക്റ്റ് ഡേ ആണ്. ഷോർ സൈഡാണ്, നല്ല വ്യൂ.
കണ്ട ബീച്ചിൻ്റെ സൈഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ റൈഡേഴ്സ് ഇവിടെ കുറച്ച് പേര് എത്തി. ഓക്കെ, സ്റ്റോപ്പ് ഹിയർ. അടിപൊളി ബീച്ചല്ലേ? നല്ല നല്ല ഒരു സീനിക് റൂട്ടുമായിരുന്നു അതിൻ്റെ ആ മലയുടെ സൈഡിലുള്ളത്. കൈ നോക്കണ പറഞ്ഞോ? അത് കൊള്ളാം. ലീഡ് ഓൺ ചെയ്തു. അടിപൊളി ബീച്ച് കേട്ടോ. ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു പൊളി സ്ഥലമാണെന്ന് തോന്നുന്നു. വാവ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. വാവ്, ചെറിയ ഇങ്ങനത്തെ ടൗണും അതിനെ ചുറ്റി പറ്റിയുള്ള സ്മോൾ ബിസിനസ്സും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളും അതൊക്കെയായിട്ട് വെയിൽസ് ശരിക്കും ഒരു അടിപൊളി സ്ഥലം തന്നെ. ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ, ഈസി ലൈഫ്, എന്താ പറയുക, ഒരു ചിൽ വൈബാണ് മൊത്തത്തിൽ സമ്മറിൽ. വിൻ്ററിൽ ഇവിടെ എനിക്ക് തോന്നുന്നു അത്ര ഫ്രണ്ട്ലി ആയിരിക്കില്ല വെതർ വൈസ്, പക്ഷേ സമ്മറിൽ ഒരു ഭയങ്കര വൈബാട്ടോ. പോകുന്നില്ല. Nice ride. കേട്ടോ. Wow. That feeling. ഇങ്ങനത്തെ റൈഡൊക്കെ പോകുന്ന താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിനെ കോൺടാക്ട് ചെയ്യുക. ഇഫ് യു വാണ്ട് ടു നോ മോർ ഡീറ്റെയിൽസ് ഡ്രോപ്പ് എ മെസ്സേജ് ബിലോ. പിന്നെ ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ട്, പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും ഇതുപോലെ ഗ്രൂപ്പ് റൈഡൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊരു നൈസ് ബ്രിഡ്ജാണ്. എനിക്ക് തോന്നുന്നു ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ഫോട്ടോ ഷൂട്ടും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും പുറകെ പോകുന്നുണ്ട്. അത് ഇച്ചിരി വുഡൻ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. ഓക്കെ, ഓടിക്കുമ്പോൾ ടയറൊക്കെ ഒന്ന് ഗിരിഗിരി ആവുന്നുണ്ട് കേട്ടോ. ഒരു നൈസ് പ്ലേസ്. കൂൾ, അന്ന് എന്നും ഓടിക്കാം. ഓ നൈസ് കേട്ടോ, നല്ല രസം സ്ഥലങ്ങൾ കാണാനായിട്ട്. അടിപൊളി. എനിക്ക് പേയിങ് ഫുൾ പോയിട്ടാണ്. ഓക്കെ, സോ അവിടെ എന്തോ പേയ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു വിളിച്ചിട്ട്. ഓ ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ റൈഡ് കഴിഞ്ഞ് പതുക്കെ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് എല്ലാവരും. എനിക്കൊരു 5 hour റൈഡ് ഉണ്ട് തിരിച്ച്. അപ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് പതുക്കെ പോകാമെന്നുള്ള പ്ലാനിലാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് റൈഡ്, ഓൾമോസ്റ്റ് 3 days. ഒരു ദിവസം വൈകുന്നേരം തുടങ്ങി, ഫുൾ ഡേ നെക്സ്റ്റ് ഡേ, പിന്നെ ഇന്നത്തെ ദിവസമൊക്കെ കൂടി ഒരു 3 ദിവസം റൈഡ്. നല്ല രസമായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാവരും ഓരോ വഴിക്ക് പോയി. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇപ്പോഴും മനസ്സിൽ ബാക്കിയുണ്ട്. ഇറ്റ്സ് ലൈക്ക് when is the next ride? Anyway, thanks for watching guys. Take care, ride safe, and I'll see you on the one. Peace. Good
me liberate that silver plate. Pay me my money down, carry it with us in a crate. Pay me my money down, pay me my money down. Pay me or go to jail. Pay me my money down. Pay me my money down. Pay me or go to jail. Pay me my money down. Back to Port Tirozol. Pay me my money down. Woke up Quayside to be told.